ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ്, അതായത് സെക്കൻഡ് ചാപ്റ്ററായ മെട്രിസസ് ആണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ മെട്രിസസ് കുറച്ചുണ്ട്, അപ്പോൾ കുഴപ്പമില്ല, ചാപ്റ്ററാണ്, അപ്പോൾ കുറച്ചുണ്ട്. അപ്പോൾ നമുക്ക് ആ ചാപ്റ്ററിലേക്ക് കിടക്കാം. മെട്രിക്സ് എന്ന് പറഞ്ഞത് മെട്രിസസ് എന്ന് പറഞ്ഞ ഫേം ഡിറൈവ് ചെയ്തിരിക്കുന്നത് ജെ സിൽവസ്റ്റർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് മെട്രിക്സ് എന്ന് പറഞ്ഞ ആ ഒരു രൂപം ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. മെട്രിക്സ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വൈഡ്ലി യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ബിസിനസ്സിലോ അല്ലെങ്കിൽ ഫിനാൻസിലോ അല്ലെങ്കിൽ എക്കണോമിക്സിലാണ് കൂടുതൽ മെട്രിക്സ് എന്നുള്ള ഒരു ഇത് കൂടുതൽ അത് യൂസ് ചെയ്യുന്നത്. മെട്രിക്സ് എന്ന് പറഞ്ഞത് ഇസ് എ റെക്ടാങ്കുലർ presentation of number or symbol arranged in systematically in rows and column describing various aspects of phenomena interrelated in some of manner. ദാറ്റ് മീൻസ് ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാങ്കുലർ പ്രസൻറ്റേഷൻ ആണ്. അതൊന്നെങ്കിൽ നമ്പേഴ്സ് ആവാം, ഒരു സിമ്പിൾസ് ആവാം. അതൊരു സിസ്റ്റമാറ്റിക്കലി, അതായത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത ഒന്നെങ്കിൽ റോസ് ആവാം അല്ലെങ്കിൽ കോളംസ് ആവാം. അതെന്തിനാണ് അങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത്? ടു ഡിസ്ക്രൈബിങ് ദ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഫിനോമിന ഇന്റർറിലേറ്റഡ് ഇൻ സം മാനേഴ്സ്. പല ആസ്പെക്ട്സുകളും പല വേരിയസ് ഫിനോമിനാസ് അത് റിലേറ്റ് ചെയ്തേക്കണ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ അത് എന്താ പറയുക കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണതാണ് എന്ത് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. എന്താണ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? റെക്ടാങ്കുലർ ഷേപ്പാണ്, ഒരു റെക്ടാങ്കുലർ പ്രസൻറ്റേഷനാണ്. അതിൽ എന്തൊക്കെ ഉണ്ടാവാം? ഒന്നെങ്കിൽ നമ്പേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ സിമ്പിൾസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു അക്കങ്ങളോ അല്ലെങ്കിൽ സിമ്പിൾസ് ഉണ്ടാവാം, എന്തുണ്ടാവാം. പിന്നെ അത് സിസ്റ്റമായിട്ട് റോസ് അല്ലെങ്കിൽ കോളംസിലാണ് ഡിസ്ക്രൈബ് ചെയ്യുക. പിന്നെ മെട്രിക്സ് എപ്പോഴും യൂഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. മെട്രിക്സ് എപ്പോഴും എന്താണ്, അത് എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യണത് എപ്പോഴും എന്താണ്, ഒരു ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. അതുപോലെ ആൻ ഐറ്റം, ആ മെട്രിക്സിലുള്ള ഓരോ ഐറ്റത്തിന് എൻട്രി അല്ലെങ്കിൽ എലമെൻ്റ് എന്നാണ് നമ്മൾ പറയുക. മെട്രിക്സിൽ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മെട്രിക്സിൽ ഉള്ളിലുള്ള ഐറ്റംസ് ഐറ്റം ഇൻ മെട്രിക്സിൽ പറയണതിന് ഒന്നെങ്കിൽ എൻട്രി അല്ലെങ്കിൽ എലമെൻ്റ് എന്നാണ് പറയണത്. ഇനി entries are often denoted by variables with the two subscripts. The horizontal and vertical lines of matrix are called rows and columns. അതായത് ഒരു മെട്രിക്സിനെ ഹൊറിസോണ്ടൽ ലൈൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈനായിട്ട് പറയണതാണ് എന്തെന്ന് പറയുന്നത് മെട്രിക്സ് റോസ് ആൻഡ് കോളം എന്ന് പറഞ്ഞത്. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതൊരു എക്സാമ്പിളിലൂടെ പറയാം. എ ആൻഡ് ബി പർച്ചേസ് ഫ്രം എ മാർക്കറ്റ് ഫോളോയിങ്: എ 4 kg ഓഫ് ഷുഗർ, 1 kg ഓഫ് ഓണിയൻ ആൻഡ് 1 kg ഓഫ് പൊട്ടറ്റോ. എ എന്ന് പറഞ്ഞ വ്യക്തി മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തത് 4 കിലോ ഷുഗർ, 1 kg ഓഫ് ഓണിയൻ, 1 kg ഓഫ് പൊട്ടറ്റോ. ബി എന്ന് പറഞ്ഞ വ്യക്തി 2 kg ഓഫ് ഷുഗർ, 2 kg ഓഫ് പൊട്ടറ്റോ ആൻഡ് 1 kg ഓഫ് ഓണിയൻ. ദിസ് ഇൻഫർമേഷൻ ക്യാൻ ബി റെപ്രസെൻറ്റ് ബൈ ദ ഫോളോയിങ് മാട്രിക്സ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ, ഈ 4 kg ഓഫ് ഷുഗർ, 1 kg ഓഫ് ഓണിയൻ, 1 kg ഓഫ് പൊട്ടറ്റോ എയുടെ. അപ്പോൾ ഫസ്റ്റ് റോയിൽ കാണിക്കണേ ഈ 4:2 വരണില്ലേ, 4 1 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഷോ ചെയ്യുന്നത് ഷോ ചെയ്യുന്നത് 4 1 1, അത് റോ ആണല്ലോ. അങ്ങനെ പോകുന്നത് റോയും നേരെ വരുന്നത് കോളാണല്ലോ. 4 2 കോളും 4 1 1 എന്ന് പറയുന്നത് റോസുമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഫസ്റ്റത്തെ എന്താണ്, ഇതിനെ നമ്മളൊരു മെട്രിക്സ് രൂപത്തിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മെട്രിക്സ് രൂപത്തിലാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 4 kg ഓഫ് ഷുഗർ, 1 kg ഓഫ് ഓണിയൻ ആൻഡ് 1 kg ഓഫ് പൊട്ടറ്റോ. അപ്പോൾ എ എന്ന് പറഞ്ഞ വ്യക്തി മേടിച്ച സാധനം, മാർക്കറ്റിൽ നിന്ന് മേടിച്ച സാധനം നമ്മളൊരു മെട്രിക്സ് രൂപത്തിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്: 4 1 1. സെക്കൻഡ് റോയിൽ ഷോ ചെയ്യുന്നത് മെയ്ഡ് ബൈ പർച്ചേസ് ബൈ ബി എന്ന് പറഞ്ഞ വ്യക്തി പർച്ചേസ് ചെയ്തതാണ്. 2 കിലോ ഓഫ് ഷുഗർ, 2 കിലോ പൊട്ടറ്റോ, 1 കിലോ ഓണിയൻ. അപ്പോൾ 2 1 1 2. ഫസ്റ്റ് കോളം ഷോ ദ പർച്ചേസ് ഓഫ് ഷുഗർ. ആദ്യത്തെ കോളത്തിൽ ഞാൻ ഷുഗറാണ് പർച്ചേസ് ചെയ്തത്, അതായത് 4ഉം 2ഉം. സെക്കൻഡ് കോളേജ് പർച്ചേസ് ചെയ്ത ഓണിയനാണ്, 1ഉം 1.
തേർഡ് കോളത്തിൽ പർച്ചേസ് ചെയ്തത് പൊട്ടറ്റോ ആണ്. എത്രയാണ് പൊട്ടറ്റോ? എത്രയാണ്? 2 മനസ്സിലായോ? അതായത് മെട്രിക്സ് രൂപത്തിലേക്ക് ഞാൻ രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ്. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്മൾ പറഞ്ഞു, ഡെഫിനേഷനിൽ പറഞ്ഞു, സ്ക്വയർ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മെട്രിക്സ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ എന്തെന്ന് മെട്രിക്സ് നമ്മൾ ഇങ്ങനെയാണ് ഇത് ഇതാണ് ഒരു ഇതിൻ്റെ ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്വയർ രൂപത്തിലാണ് മെട്രിക്സ് നമ്മൾ എഴുതുക. അതിൽ റോസ് ഉണ്ടാവും, കോളംസ് ഉണ്ടാവും. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? വേരിയസ് ആസ്പെക്ട്സ് അതിൽ അല്ലേ? ഇതിൽ വേരിയസ് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്ത ഒണിയനും അല്ലെങ്കിൽ ഷുഗർ അതൊക്കെയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ റോയിൽ നമ്മൾ എ പർച്ചേസ് ചെയ്തത് എഴുതി, രണ്ടാമത്തെ റോയിൽ നമ്മൾ ബി പർച്ചേസ് ചെയ്തു. ആദ്യത്തെ കോളത്തിൽ ഞാൻ പർച്ചേസ് ചെയ്തത് എഴുതിയത് ഷുഗറിനെ പറ്റിയിട്ടാണ്. അതാണ് 4ഉം 2ഉം വന്നത് അല്ലേ. 4 kg ഓഫ് ഷുഗർ, 2 kg ഓഫ് ഷുഗർ ബി പറഞ്ഞത്. രണ്ടാമത്തെ കോളത്തിൽ റെപ്രസെൻ്റ് ചെയ്തത് ഒണിയനാണ്. ഒണിയൻ മേടിച്ചത് എ മേടിച്ചത് 1 കിലോ, ബി മേടിച്ചതും 1 കിലോ. സോ 1. പിന്നെ അടുത്ത കോളം നോക്കുമ്പോൾ 1ഉം 2 ആണ്. അതായത് 1 kg ഓഫ് പൊട്ടറ്റോ അല്ലെങ്കിൽ 2 kg. അപ്പം ഇങ്ങനെ ഒരു റെപ്രസെൻ്റ് ചെയ്യണതാണ് എന്തെന്നാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ അതല്ലേ എബോ മെട്രിക്സിൽ A11, A12, up to AN, A21, A22, A21, AMI, AM2, AM3, up to AM1. ഇതിൽ M എന്ന് പറഞ്ഞത് റോസും N എന്ന് പറഞ്ഞ കോളംസും ആണ്. ഇതിൽ A എന്ന് പറഞ്ഞത്, അതിൽ M എന്ന് പറഞ്ഞത് റോസും N എന്ന് പറഞ്ഞത് കോളംസുമാണ്. അതേപോലെ തന്നെ മെട്രിക്സിൽ പറയാനുള്ളത് ഇറ്റ് ഈസ് കോൾഡ് എ മെട്രിക്സ് ഓഫ് ഓർഡർ. ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഈ മെട്രിക്സ് A11 അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് M×N ആണ്. അതിന് മെട്രിക്സ് ഓർഡർ എന്ന് പറഞ്ഞാൽ മെട്രിക്സ് ഓർഡർ M×N ആണ്. പക്ഷെ നമ്മൾ റീഡ് ചെയ്യുക, അത് നമ്മൾ യൂസ് ചെയ്ത് റീഡ് ചെയ്യണത് M/N എന്ന് പറഞ്ഞിട്ടാണ് നമ്മളതിനെ റീഡ് ചെയ്യുക. ഇതിനെ M/N എന്ന് പറഞ്ഞിട്ടാണ് നമ്മളതിനെ വായിക്കാറ് കോമൺ ആയിട്ട്. A11 ഈസ് കോൾഡ് ദ എലമെൻറ്റ് ഓഫ് ഫസ്റ്റ് റോ ആൻഡ് ദ ഫസ്റ്റ് കോളം. ഇപ്പോൾ ഇതിൽ A11 എന്ന് പറഞ്ഞതാണ് എന്തെന്ന് പറഞ്ഞത് ഫസ്റ്റ് റോവും അതുപോലെ തന്നെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത്. A12 എന്ന് പറയുന്നത് ഈസ് കോൾഡ് എലമെൻറ്റ് ഓഫ് സെക്കൻഡ് റോ ആൻഡ് ദ ഫസ്റ്റ് കോളം. ഇതിൽ A12 എന്ന് പറഞ്ഞത് എന്താണ് സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളം ഐറ്റം എന്നാണ് നമ്മളിതിനെ പറയുക. ഓക്കെ, A11 എന്ന് പറഞ്ഞത് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് A of I is called element of first row and the first column A എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിനെ പറയുകയാണത് ith റോ ആൻഡ് jth കോളം എന്നാണ് നമ്മൾ ലാസ്റ്റ് എലമെൻറ്റിനെ പറയുക. A of J എന്നാണ് കേട്ടോ അത്. അപ്പോൾ അതിനെ ഫസ്റ്റ് റോ ആൻഡ് jth ith എലമെൻ്റ് എന്നാണ് നമ്മൾ ലാസ്റ്റത്തിനെ പറയണത്. പിന്നെ നമ്മൾ RC എന്നാണ് ഇതിനെ ഒന്നും കൂടി പറയുക, റോ കോളം എന്നുള്ളത്. ആ മെത്തേഡിലാണ്, ആ രീതിയിലാണ് നമ്മളിത് എഴുതുക. റോയും കോളം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത് റോ മെട്രിക്സ്. അതിന് കുറച്ച് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് റോ മെട്രിക്സ്. എ മെട്രിക്സ് വിച്ച് ഹാസ് ഓൺലി വൺ റോ ഈസ് കോൾഡ് എ റോ മെട്രിക്സ്. റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ എന്താ ഉണ്ടാവുക, ഈ M/N എന്ന് പറഞ്ഞ ഇതിന് പ്രകാരം ആ മെട്രിക്സിൽ ആ റോ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 1 റോ മാത്രം. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞത്, അതായത് റോ മെട്രിക്സിൽ ഒരു റോ മാത്രമേ ഉണ്ടാവുള്ളൂ. റോസ് മാത്രമുള്ള മെട്രിക്സിനെ പറയണതാണ് റോ മെട്രിക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയാം RAW ആട്ടോ, റോ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്ന സ്പെല്ലിങ്. RAW മെട്രിക്സ് റോ എന്നാണ്. റോ മെട്രിക്സ് മീൻസ് ദർ ഈസ് എ only one row is known as row matrix. റോ മെട്രിക്സ് ROW തന്നെയാണ് കേട്ടോ റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. ടെസ്റ്റിൽ RAW ആണ്.
റോ മെട്രിക്സ് ആറോടെ കേട്ടോ റോ മെട്രിക്സ് ആ എക്സാമ്പിൾ നോക്കാം. നെക്സ്റ്റ് വൺ ഈസ് കോളം മെട്രിക്സ്. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ ഒരു കോളം മാത്രമേ ഉള്ളൂ. അതിനെ പറയുന്നതാണ് കോളം മെട്രിക്സ് ഓർ കോളം വെക്റ്റർ എന്ന് പറയുന്നത്. കോളം മെട്രിക്സ് എന്ന് മാത്രമല്ല, കോളം വെക്റ്റർ എന്നും കൂടി ഇതിനെ പറയാറുണ്ട്. അതിൽ കോളം മാത്രമാണ് ഉണ്ടാവുള്ളൂ, അതിൽ റോസ് അങ്ങനത്തെ കാര്യമില്ല. കോളം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ വരണത്. ഇപ്പോൾ 82, 9, 725 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ വേണമെങ്കിൽ എടുക്കാം. ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ. സീറോ നൾ മാട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇഫ് എവറി എലമെൻറ്റ് ഓഫ് M ഇൻറ്റു N ആണ്. പക്ഷെ നമ്മൾ റീഡ് ചെയ്യുക എന്താണ്, M/N ആണ്. അപ്പം M/N പ്രകാരം ഇതിൻ്റെ മാട്രിക്സിൽ എല്ലാം എന്താണ്, 0 ആയിരിക്കും. ഇതിൽ നള്ളെന്ന് പറഞ്ഞ മാട്രിക്സ് എല്ലാം എന്താണെന്ന് പറയുന്നത് N/N മാട്രിക്സ് പ്രകാരം എല്ലാം എന്താണ്, 0 ആയിരിക്കും. അതുകൊണ്ട് അതിനെ നൾ അല്ലെങ്കിൽ 0 മാട്രിക്സ് എന്ന് പറയണം. അതായത് എക്സാമ്പിൾ മാട്രിക്സ് = 0, 0, 0. അപ്പോൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റോസും അല്ലെങ്കിൽ അതിൻ്റെ കോളംസ് എന്തായിരിക്കും, റെക്ടാങ്കുലർ മെട്രിക്സ് എന്നാണ്. എനി മെട്രിക്സ് വിത്ത് ഇസ് M rows and N column is called rectangular matrix or order M/N. അതായത് റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ M റോസും അതേപോലെ N കോളംസിനെ പറയുന്നതാണ് എന്ത്, റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. ഇതിലിപ്പോൾ എത്ര റോസ് ഉണ്ട്, 4 റോസ് ഉണ്ട്, 3 കോളംസ് ഉണ്ട്. ദാറ്റ് ഈസ് R/C എന്ന് നമ്മൾ പറയേണ്ട. സോ 3/4 മാട്രിക്സ് ആണ് ഇതിൽ എന്തെന്നാണത്, റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സ് വിച്ച് ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഇസ് കോൾഡ് സ്ക്വയർ മെട്രിക്സ്. ഈ മെട്രിക്സ് തന്നതിൽ എത്രത്തോളം റോസ് ഉണ്ട് അതേപോലെ കോളംസ് ഉണ്ട് അതിനെ പറയുന്നതാണ് സ്ക്വയർ മെട്രിക്സ്. ഇവിടെ നോക്കൂ, 2, 3, 1 എത്രയുണ്ട്, 3 റോസ് ഉണ്ട് അല്ലേ. 3, 2, 1, 3, 2 2, 3, 1, 0, 4, 2, 1, 5, 2. അപ്പോൾ എത്ര റോസ് ഉണ്ട്, 3 റോസും 3 കോളംസ് ഉണ്ട്. സോ അങ്ങനത്തെ ഇതിന് പറയുന്നതാണ് സ്ക്വയർ മെട്രിക്സ്. ഈക്വൽ ആയിരിക്കും, അതിൻ്റെ റോസ് ആയാലും കോളംസ് ആയാലും ഈക്വൽ ആയിരിക്കും. അടുത്തതാണ് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് നോട്ട് ക്ലിയർ അല്ലെങ്കിൽ അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഫോട്ടോ എടുത്തതിൽ ചിലപ്പോൾ എന്തെങ്കിലും ഫുള്ള് പതിഞ്ഞില്ലെങ്കിൽ ഞാനത് നോട്ട് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. ഓക്കെ, ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ലീഡിങ് ഡയഗണൽ എലമെൻറ്റ് A11, A22, A33, A44 എക്സെട്ര ഫ്രം ദ ലീഡിങ് ഡയഗണൽ. അതായത് ഇപ്പോൾ ഇവിടെ 3, 5, 7, 2, 6, 1, 0, -1, 8 ഇതാണ് ലീഡിങ് ഡയഗണൽ. അതായത് 3, 6, 8 ആണ് എന്തെന്നുള്ള ലീഡിങ് ഡയഗണൽ. അതായത് ഇവിടെ എലമെൻറ്റ്സ് A11 നമ്മളിപ്പോൾ ആ ഫസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, A11, A22, A33, A44 എക്സെട്ര അതർ ലീഡിങ് ഡയഗണൽ. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങേണ്ടി വരും. അതായത് ഇപ്പോൾ ഒരു ഇത് കാണിച്ചു തരാം. ഇവിടെ ശ്രദ്ധിക്കൂ, A11, A22, A33 അങ്ങനെ പോവില്ലേ, അതിനെ പറയുന്നതാണ് എന്തെന്നാണ് ലീഡിങ് ആയിട്ടുള്ള ലീഡിങ് ഡയഗണൽ എന്ന് പറയുന്നത്. A11, A22, A33, A44 എന്നുള്ളതാണ് എന്തെന്നാണ് ലീഡിങ് ഡയഗണൽ എന്ന് പറയുന്നത്. A square matrix in which all the elements except those is leading are 0 is called diagonal matrix. ഇപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സിൽ, അതായത് സ്ക്വയർ മെട്രിക്സിൽ നമ്മുടെ എലമെൻറ്റ്സ് ലീഡിങ് ഡയഗണൽസ് ഉണ്ടാവില്ല. ഇപ്പോൾ 3, 6, 8. അതുപോലെ ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കാം, 5, 0, 0, 0, 7, 0, 0, 0, 8. അതിൽ ഡയഗണൽ അതായത് ലീഡിങ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 5, 7, 8 ആണ്. അതിന് ഒഴിച്ച് ബാക്കിയെല്ലാം 0 ആണെങ്കിൽ അതിന് പറയണതാണ് എന്തെന്നാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലീഡിങ് ഡയഗണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു A11, A22, A33 അതൊഴിച്ച് ബാക്കി വരുന്ന സംഖ്യകൾ 0 ആണെങ്കിൽ അതിന് പറയുന്നതാണ് എന്തെന്നാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്കാലാർ മെട്രിക്സ് എ ഡയഗണൽ ഇൻ വിച്ച് ഓൾ ദ ഡയഗണൽ എലമെൻറ്റ്സ് ആർ ഈക്വൽ. അതായത് ഇതിൽ എന്താ പറയുക, എല്ലാം
അതായത് ലീഡിങ് എലമെൻറ്റ്സ് എല്ലാ ഡയഗണൽസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതിന് പറയുന്നതാണ് സ്കാലാർ മെട്രിക്സ് എന്നാണ്. അതെല്ലാ എലമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം എന്താണ്, ഈക്വൽ ആയിട്ടുള്ളതിനെ സ്കാലാർ മെട്രിക്സ് എന്ന് പറയുന്നു. യൂണിറ്റ് ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിൽ ഒന്നുകിൽ ഡയഗണൽ മെട്രിക് ഇൻ വിച്ച് ഈച്ച് ഓഫ് ഡയഗണൽ എലമെൻറ്റ് ഈസ് യൂണിറ്റി. ഒന്നെങ്കിൽ എന്താണ്, ഡയഗണൽ മെത്തേഡ് ആവാം, ഡയഗണൽ മെത്തേഡ് അതായത് ലീഡിങ് ഡയഗണൽ മെത്തേഡ് ആവാം, മെട്രിക്സ് ആവാം, അല്ലെങ്കിൽ സ്കാലാർ മെട്രിക്സ് ആവാം. അത് ലീഡിങ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആയതുകൊണ്ട് അത് ഈക്വൽ ആവാം. ചിലപ്പോൾ സ്കാലാർ മെട്രിക്സ് ആവാം, ചിലപ്പോൾ ആ മെട്രിക്സിൽ സ്ക്വയർ മെട്രിക്സ് ആവാം. അതിൽ അല്ലെങ്കിൽ എന്താണ്, ഒന്നെങ്കിൽ 1 എന്നുള്ള പ്രിൻസിപ്പൽ ആവാം, ഡയഗണൽ ആവാം. ഏതും ആവട്ടെ, അതിന് വേണ്ടി ഐഡൻറ്റിറ്റി ചെയ്യുന്നതിനാണ് യൂണിറ്റ് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞത്. ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞത് ഇഫ് എവറി എലമെൻറ്റ് എബോ ഓർ ബിലോ ദ ലീഡിങ് ഡയഗണൽ ഈസ് 0 ദ മെട്രിക്സ് ഈസ് കോൾഡ് ട്രയാങ്കുലർ മെട്രിക്സ്. അതായത് ഇപ്പോൾ ഒരു മെട്രിക്സ് എലമെൻറ്റിൽ ലീഡിങ് ഡയഗണലിലെ എബോ അല്ലെങ്കിൽ ബിലോ 0 വരുന്നതിനെ പറയുന്നതാണ് ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു എലമെൻറ്റ്, ഏതെങ്കിലും ലീഡിങ് ഡയഗണലിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ് ഒന്നെങ്കിൽ താഴെയോ അല്ലെങ്കിൽ മുകളിലോ വരുന്ന ലീഡിങ് ഡയഗണലിന് അതിന് 0 ആണെങ്കിൽ അതിന് ആ മാട്രിക്സിനെ പറയുന്നതാണ് ട്രയാങ്കുലർ മെട്രിക്സ്. 2 രീതിയിലുള്ള ട്രയാങ്കുലർ മെട്രിക്സ് ഉണ്ട്. വൺ ഈസ് അപ്പർ ആൻഡ് ലോവർ. അപ്പർ എന്ന് പറയുന്നത് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ എലമെൻറ്റ്സും ഈ ബിലോ ദ ലീഡിങ് ഡയഗണൽ ആ 0. അപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, മിസ് അപ്പർ 0, അപ്പർ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നല്ല അർത്ഥം എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് പറഞ്ഞത്. അപ്പർ triangular matrix for all elements below the leading diagonal matrix are 0. അതായത് ലീഡിങ് ആയിട്ടുള്ള ഡയഗണൽ അതിൻ്റെ മെട്രിക്സിൻ്റെ താഴെ വരുന്ന 0, അത് 0 ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നു 1 3 4 0 8 5 0 0 2. അതിൽ നമ്മുടെ ലീഡിങ് മെട്രിക്സ് എന്ന് പറയുന്നത് 1 8 2 ആണ്. അതാണ് ട്രയാങ്കിളായിട്ട് ഞാൻ മിസ് വരച്ചിരിക്കുന്നത്. 3 4 5 2 അങ്ങനെ ഒന്നും ട്രയാങ്കിൾ രീതിയിൽ. അതിൻ്റെ താഴെയാണ് 0 വരുന്നത് അല്ലേ, ശ്രദ്ധിച്ചോ? ആ താഴെ ആ ലീഡിങ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇതിൽ പറഞ്ഞേക്കണം 1 3 4 0 8 5 0 0 2 ആണ് മെട്രിക്സിൽ പറഞ്ഞത്. അതിൽ ലീഡിങ് ആയിട്ടുള്ളത് ഏതാ, ലീഡിങ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞത് 1 8 2 ആണ് അല്ലേ, 182 ആണ്. അതായിരിക്കും, അതിനെയാണ് നമ്മൾ ട്രയാങ്കിൾ ആക്കിയിട്ട് മാറ്റുക. ദെൻ അതിൻ്റെ താഴെയുള്ളത് എന്താണ്, ഈ ട്രയാങ്കിളിൽ താഴെയുള്ളത് എന്താണ്, 0 ആണ്. സോ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു, അപ്പർ ട്രയാങ്കിൾ മെട്രിക്സ് എന്ന് വിളിക്കുന്നു. ദെൻ അടുത്തത് എക്സാമ്പിൾ പറയുന്നത് 5 0 0 2 7 0 1 5 3. ദെൻ അതിൻ്റെ ലീഡിങ് ഡയഗണൽ എന്ന് പറഞ്ഞത് 5 7 3 ആണ്. അതിൻ്റെ തൊട്ട് മുകളിൽ എന്താണ്, 0 ആണ്. സോ നമ്മൾ അതിനെ പറയുന്നത് എന്താണ്, ലോവർ ട്രയാങ്കിൾ മെട്രിക്സ്. ലോവർ ട്രയാങ്കിൾ മെട്രിക്സ് is known as lower triangle matrix if all the elements above the leading diagonal are 0. ഈ ലീഡിങ് ഡയഗണലിലെ എലമെൻറ്റ്സ് എല്ലാം above the 0, 0നേക്കാൾ മുകളിലാണെങ്കിൽ അതിനെ എന്ത് പറയും നമ്മൾ, ലോവർ ട്രയാങ്കിൾ മെട്രിക്സ് എന്ന് നമ്മൾ പറയും. ദെൻ സബ് മെട്രിക്സ്, ഒരു ഇതും കൂടി ഉണ്ട്, ഒരു മെട്രിക്സും കൂടി ഉണ്ട്, സബ് മെട്രിക്സ്. സബ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെട്രിക്സ് ഒബ്റ്റെയിൻ ബൈ ഡിലീറ്റിംഗ് 1 or more rows or columns or both the matrix is called സബ് മെട്രിക്സ്. അതായത് മെട്രിക്സിൽ ഒരു റോവോ അല്ലെങ്കിൽ ഒരു കോളോ ഡിലീറ്റ് ചെയ്യുക, അത് മാറ്റി വെക്കുന്നതിനെ പറയുന്നതാണ് സബ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇത്രയും ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ. താങ്ക് യു.